അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഇപ്പോൾ സജനി ആവിഷ്കരിച്ച ഒരു ഭാഗം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലാകെ തുടിച്ചു നിന്നിരുന്നത്. ഇന്ത്യ എന്തുകൊണ്ട് ഇത് ചെയ്തു, ആർക്ക് വേണ്ടി ഇത് ചെയ്തു എന്ന ഒരു പ്രഖ്യാപനം. ഇന്ത്യ എന്താണ് ചെയ്തത് എന്നതിൻ്റെ ഇപ്പോൾ പറയേണ്ട വിശദാംശങ്ങൾ അത് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ പാകിസ്ഥാന് താക്കീത് കൊടുക്കുകയും ലോക ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുണ്ട് എന്നൊരു സന്ദേശം ലോകത്തിനാകെ അദ്ദേഹം കൊടുക്കുകയും ചെയ്തു. അതിലാരും നമുക്ക് തർക്കമില്ല. അതോടൊപ്പം ഇപ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടർ ദില്ലിയിൽ നിന്ന് കൂട്ടിച്ചേർത്തത് ഇന്നത്തെ പത്രപ്രവർത്തക സമൂഹത്തിൻ്റെ ചില നിഗമനങ്ങളാണ്. ഞങ്ങൾ ഇന്ന് പകൽ മുഴുവൻ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നതും പറഞ്ഞുകൊണ്ടിരുന്നതും ഇപ്പോഴത്തെ വിവാദ പ്രശ്നങ്ങൾക്ക് കൂടി ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി ഇതുപോലൊരു ഘട്ടത്തിൽ ഇതുപോലൊരു ജനതയോട് പറയും എന്നതിൽ ഒരു തർക്കവുമില്ല. ആ വാക്കുകളുടെ കൃത്യതയ്ക്കും മൂർച്ഛതയ്ക്കും ഒരു തർക്കവുമില്ല. പക്ഷേ വേണ്ട കാര്യങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നു. എന്താണ് മോദി പറഞ്ഞത്, എന്താണ് മോദി പറയാതിരുന്നത്? താങ്കളുടെ നിഗമനങ്ങൾ. ഏതായാലും തീവ്രവാദത്തിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാട് ഈ രാജ്യം സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചവരാണ് ഈ രാജ്യത്തെ ജനങ്ങളെല്ലാവരും. അതിശക്തമായിട്ട് തന്നെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ തടയേണ്ടതുണ്ട്. വളരെ നിരപരാധികളായ 26 പേരെ അതിർത്തി കടന്നെത്തിയ തീവ്രവാദികൾ ഏറ്റവും ക്രൂരമായി കൊലപ്പെടുത്തി അവർ രക്ഷപ്പെട്ടു പോയി. അതിൻ്റെ വേദനയിൽ നിന്ന് നമ്മളാരും ഇപ്പോഴും മുക്തരായിട്ടില്ല. അവിടെ വളരെ വലിയ രൂപത്തിലുള്ള ആക്രമണം നടത്തി ഏകപക്ഷികമായി തന്നെ അവർക്ക് തിരിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്നതാണ് ഏറ്റവും ഗൗരവമായി നമ്മൾ ഈ സാഹചര്യമുണ്ടായ ഈ ആക്രമണമുണ്ടായ അന്നു മുതൽ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നടത്തിയ ആക്രമണം തീവ്രവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നടത്തിയിരിക്കുന്ന ആ പ്രവർത്തനം വിശദീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ പ്രസ്താവന നടത്തണം, പാർലമെന്റ് പ്രത്യേകം വിളിച്ചുകൂട്ടണം, അത് ചർച്ച ചെയ്യണം, എന്തെല്ലാം നടപടിക്രമങ്ങളാണ് രാജ്യം സ്വീകരിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു തുറന്ന സംവാദം വേണം എന്ന് തന്നെയാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. രാജ്യത്തെ ജനങ്ങളെല്ലാം ആഗ്രഹിച്ചതും തന്നെ. അതുകൊണ്ട് ഇന്ന് രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും എന്ന് വാർത്ത വന്നപ്പോൾ തന്നെ എന്തൊക്കെയാണ് പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ പറയാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും കേൾക്കാൻ കാതു തുറന്നിരുന്നത്. ഈ തീവ്രവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത വലിയ സുരക്ഷാ സംവിധാനമുള്ള കാശ്മീരിലെ പഹൽഗ്രാമിലേക്ക് കടന്നു വന്ന് ആയുധങ്ങളുമായി വന്ന് ഏറ്റവും നിരപരാധികളെ ആക്രമിച്ച ഈ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തോ, അല്ലെങ്കിൽ അവരെ പിടികൂടിയോ, അല്ലെങ്കിൽ അവരെ കൊന്നൊടുക്കുകയോ, അവർക്ക് എങ്ങനെ ഇവിടെ വരാൻ കഴിഞ്ഞു? ഇന്റലിജൻസ് സംവിധാനം എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ഇത്തരത്തിൽ തീവ്രവാദികൾക്ക് കടന്നു കയറാൻ പാകത്തിന് ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളുള്ള പ്രദേശത്ത് അന്ന് സുരക്ഷാ വീഴ്ച ഉണ്ടായത് എന്തുകൊണ്ട്? വാഹനം പോലും കടക്കാതെ ഒന്നുകിൽ നടന്നോ കുതിരപ്പുറത്തോ മാത്രം പോകേണ്ട ഇത്തരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി 26 പേരെ കൊന്നൊടുക്കിയതിനു ശേഷം തീവ്രവാദികൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടു പോയത്? ആ തീവ്രവാദികൾക്ക് അത്തരത്തിൽ രക്ഷപ്പെട്ടു പോകാൻ ആരുടെയെങ്കിലും സഹായമുണ്ടായിരുന്നോ? അതുപോലെ തന്നെ ഇത്രയും ടൂറിസ്റ്റുകളുള്ള പ്രദേശത്ത് പോലും ആവശ്യത്തിന് പട്ടാളക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും എന്തുകൊണ്ടുണ്ടായിരുന്നില്ല? ഇത്തരം കാര്യങ്ങളിൽ കൂടി പ്രധാനമന്ത്രി ഇത്രയും ദിവസമായിട്ട് പ്രതികരിക്കുകയാണല്ലോ. കാരണം ഇത്തരത്തിൽ ഭീകരാക്രമണം ഉണ്ടായി അദ്ദേഹം വിദേശ സന്ദർശനം റദ്ദ് ചെയ്ത് ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ഈ ആക്രമണമുണ്ടായ സ്ഥലം സന്ദർശിക്കുകയല്ല ചെയ്തത്, മറിച്ച് നേരെ ബീഹാറിൽ പോയി തെരഞ്ഞെടുപ്പ് യോഗത്തിൽ NDAക്ക് വേണ്ടി സംസാരിക്കുകയാണ് ചെയ്തത്. രാജ്യത്തെ ആദ്യമായിട്ടാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്. അപ്പോൾ അഭിസംബോധന ചെയ്തപ്പോൾ ഈ തീവ്രവാദ ആക്രമണം ഉണ്ടായ അന്നത്തെ സാഹചര്യം കൂടി അദ്ദേഹം വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ അതുണ്ടായില്ല. അതോടൊപ്പം തന്നെ ഇവിടെ തീവ്രവാദികൾക്കെതിരെ ശക്തമായിട്ട് നടപടി ആരംഭിച്ചു. തീവ്രവാദ കേന്ദ്രങ്ങൾ 9ഓളം നമ്മൾ ആക്രമിച്ചു. വലിയ ശക്തമായിട്ടുള്ള തിരിച്ചടി തന്നെ പാകിസ്ഥാന് കൊടുക്കാൻ കഴിഞ്ഞു എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ തീവ്രവാദി ആക്രമണങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ നിർത്തുന്നതിൽ ഏറ്റവും ആദ്യം അമേരിക്കയുടെ പ്രസിഡന്റ് പ്രതികരിച്ചത്? ഇന്ത്യയുടെ ഭരണാധികാരികളോ ഇന്ത്യയുടെ സൈനിക തലവന്മാരോ പാകിസ്ഥാന്റെ ഭരണാധികാരികളോ പാകിസ്ഥാന്റെ സൈനിക തലവന്മാരോ പ്രതികരിക്കുന്നതിന് മുമ്പ് മൂന്നാമതൊരു കക്ഷിയായ അമേരിക്കയുടെ പ്രസിഡന്റ് എന്തുകൊണ്ട് ഇതിൽ പ്രതികരിച്ചു? എന്നാൽ അതിന്റെ തലേ ദിവസം അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് നടത്തിയ പ്രസ്താവന ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഒരു മൂന്നാം ശക്തി എന്ന രൂപത്തിൽ അമേരിക്ക ഇടപെടുന്നില്ല എന്നതാണ്. ആ ഇടപെടുന്നില്ല എന്ന വൈസ് പ്രസിഡന്റിന്റെ പ്രസ്താവന നിലനിൽക്കുമ്പോൾ 24 മണിക്കൂറിനുള്ളിൽ പ്രസിഡന്റ് ഞങ്ങൾ ഇതിൽ തീർപ്പാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ മൂന്നാമതൊരു ശക്തി ഇടപെടാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താണ്? അത് ഏത് പോയിന്റിലാണ് മൂന്നാമതൊരു ശക്തി ഇടപെട്ടത്?
ആരൊക്കെയാണ് ആ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തത്, എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള കണ്ടീഷൻ, അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഏതെങ്കിലും തരത്തിൽ ഒരു കണ്ടീഷൻ വച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചും അറിയുവാനുള്ള ആഗ്രഹം ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഈ തീവ്രവാദി ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരെ അറസ്റ്റ് ചെയ്തോ, അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള സാഹചര്യമുണ്ടോ, അവരെ ഇപ്പൊ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാണെങ്കിൽ ഇന്ത്യക്ക് കൈമാറാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ടോ? തീവ്രവാദ ക്യാമ്പുകൾ നിരവധി പാകിസ്ഥാന്റെ അതിർത്തിയിലുണ്ട്, പാക് അധീന കാശ്മീരിലുണ്ട്. ആ തീവ്രവാദ ക്യാമ്പുകൾ എന്നേക്കുമായി അവസാനിപ്പിക്കുവാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് ഇനി ഒരിക്കലും ഞങ്ങൾ ആക്രമണം നടത്തില്ല എന്നും ഇന്ത്യയുടെ പരമാധികാരത്തിൽ ഇടപെടാൻ പാകത്തിന് തീവ്രവാദികളെ തിരികെ കയറ്റാൻ ഒരു ശ്രമവും ഇനി പാകിസ്ഥാൻ നടത്തില്ല എന്നുള്ള തരത്തിലൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? ആ ഉറപ്പിലേക്കാണോ മൂന്നാമതൊരു കക്ഷി ഇടപെട്ട് ഇത്തരത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ഉണ്ടാകിയ സാഹചര്യത്തിലേക്ക് ആ ചർച്ച പുരോഗമിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചൊന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രി വൈകാരികമായിട്ട് സംസാരിച്ചു. കാരണം നമ്മളെല്ലാവരും വൈകാരികമായിട്ട് തന്നെയാണ് ഈ വിഷയത്തെ എടുക്കുന്നത്. കാരണം ഇന്ത്യ എന്ന പരമാധികാര ജനാധിപത്യ രാജ്യത്തിന്റെ ആ ഐക്യവും അഖണ്ഡതയും തകർക്കുന്ന തരത്തിൽ ഒരു വിദേശ ശക്തികൾക്കും ഇടപെടാൻ ഒരധികാരവുമില്ല, ഒരു തീവ്രവാദികൾക്കും ഇടപെടാൻ ഒരധികാരവുമില്ല. അത്തരത്തിൽ തീവ്രവാദികൾ ഇടപെട്ടാൽ അതിശക്തമായിട്ടുള്ള മറുപടി കൊടുക്കുക തന്നെ വേണം. അത്തരത്തിലുള്ള സാഹചര്യം ഇനി ഉണ്ടാകാനും പാടില്ല. പക്ഷേ ഈ പെട്ടെന്നുള്ള സഡൻ ബ്രേക്ക്, വെടിനിർത്തൽ, നമ്മൾ ആരും യുദ്ധം ആഗ്രഹിക്കുന്നില്ല, നമ്മൾ സമാധാനം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ മൂന്നാമതൊരു ശക്തി ഇടപെട്ടുകൊണ്ട് നടത്തിയ ഈ സഡൻ ബ്രേക്കിടൽ, അതിന്റെ സാഹചര്യം എന്താണ് എന്നുകൂടി പ്രധാനമന്ത്രി വിശദീകരിക്കേണ്ടതായിരുന്നു.